ഇപ്പോൾ മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നു ഇന്ന് 12:30 എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് എന്തായാലും എത്താം. ശരി, ഹരി കാര്യം പറയും. ഹരി, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ധനമന്ത്രി പറഞ്ഞ പോലെ കുറച്ചുകൂടി ഗൗരവത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മുഖ്യമന്ത്രി തന്നെ അല്ലേ കൃത്യമായി യോഗം വിളിക്കുന്നു. എനിക്ക് വളരെ വേഗത്തിൽ ഈ ഒരു ശുദ്ധീകരണം, ഈ പട്ടികയിൽ ശുദ്ധീകരണം പ്രതീക്ഷിക്കാം അല്ലേ? ഉറപ്പായിട്ടും. കാരണം കഴിഞ്ഞ 2 ദിവസം കൊണ്ട് വളരെ അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ തന്നെ ഇന്നിപ്പോൾ രാവിലെ മുതൽ നമ്മൾ പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ധനവകുപ്പിൽ നിന്ന് ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവർ തേടിയിട്ടുണ്ട്, അത് വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു യോഗം വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ 12:30 മുഖ്യമന്ത്രി ആ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആ യോഗം ചേരും. അതായത് പ്രധാനമായും വിലയിരുത്തുന്ന കാര്യങ്ങൾ അനർഹരാരൊക്കെ എന്നുള്ള കാര്യങ്ങൾ, അവർക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ പട്ടികയിൽ കടന്നുകൂടാൻ സാധിച്ചത്, അതിന് ആരൊക്കെ സഹായിച്ചു എന്നുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇത് ഓരോ വകുപ്പ് ബേസ് ചെയ്ത് തന്നെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ധനകാര്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കോട്ടക്കലിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുകൊണ്ട് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. അതുമാത്രമല്ല, മറ്റ് സമഗ്രമായി അന്വേഷിക്കുമ്പോൾ ഓരോ വകുപ്പിലും എങ്ങനെയൊക്കെയാണ്, അതുകൊണ്ടാണ് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ കൂടി സഹകരണത്തോടു കൂടി മാത്രമേ ഈ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് കൃത്യമായി ഓരോ വകുപ്പുകൾ ബേസ് ചെയ്ത് അവരുടെയൊക്കെ നേതൃത്വത്തിൽ മാത്രം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക. അതെങ്ങനെയായിരിക്കണം, ഏതൊക്കെ രീതിയിൽ അന്വേഷണം വേണം, ആരെയും, കാരണം കുറ്റക്കാരായ ആരെയും വെറുതെ വിടാൻ പാടില്ല എന്നുള്ളൊരു നയം സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടി തന്നെയാണ് ഇന്ന് 12:30 മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. വിശദമായ ഒരു ചർച്ച ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തുടർ നടപടികൾ ഇനി മൊത്തത്തിൽ ഒരു സമഗ്ര പരിശോധന സംസ്ഥാനത്തൊട്ടാകെയുള്ള ഈ ക്ഷേമ പെൻഷൻ യോഗ്യരായിട്ടുള്ളവരെയും മറ്റുമൊക്കെ ഒരു സമഗ്ര പരിശോധന ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ യോഗത്തിന് ശേഷം നമുക്കറിയാൻ സാധിക്കും. ശരി, എന്തായാലും നിർണായകമായിട്ടുള്ള യോഗമാണ് ചേരാൻ പോകുന്നത്. അത്ര എളുപ്പത്തോടെ, അത്ര മൃദു സ്വഭാവത്തോടെ വിട്ടുകളയാറാവുന്ന വിഷയമല്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് മാത്രം വോട്ട് ചെയ്യുന്ന എത്രയോ ജനങ്ങളുണ്ട് ഈ നാട്ടിൽ. ഒപ്പം ഈ 1458 എന്നതും സർക്കാർ ജോലിയില്ലേ അതിനെ പൂർത്തിയാക്കിയ ശേഷം ആ പെൻഷൻ വാങ്ങുന്നവരാണ് ഈ സാമൂഹ്യ പെൻഷൻ കൂടി വാങ്ങിയത് എന്നതാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം. എന്തായാലും വേഗത്തിൽ നടപടികൾ ഉണ്ടാകട്ടെ, അത് ക്ലിയർ ചെയ്ത് അർഹർക്ക് മാത്രം ഈ പെൻഷൻ നടപടി എടുക്കുക എന്ന് പറയുന്നതിന് ഈ വിഷയത്തിൽ, അതായത് ഈ പൈസയ്ക്കായി കാത്തിരിക്കുന്നു, ഈ പൈസ കൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അവരെ കളിയാക്കുന്ന തരത്തിൽ കൂടി ഇത് അല്ലെ, അവരെ കളിയാക്കുന്ന തരത്തിൽ കൂടി ആകരുത് ഈ തട്ടിപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണം. പക്ഷേ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണ്ടിവരും. നേരത്തെ ഹരി സൂചിപ്പിച്ച പോലെ പല വകുപ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, വകുപ്പുകൾ തിരിച്ചുകൊണ്ടുള്ള അന്വേഷണം വേണ്ടിവരും. അങ്ങനെ ഒരു സമഗ്ര അന്വേഷണത്തിലേക്ക് നമ്മൾ കരുതുന്ന പോലെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തീരുന്നതായിരിക്കില്ല, കൂടുതൽ സമയം വേണ്ടി വരുന്നതായിരിക്കും.